ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് എഴുന്നേക്കാനായിട്ട് ഒത്തിരി ലേറ്റായി. രാത്രി മൊത്തം നിർത്താതെ മഴ പെയ്തതുകൊണ്ട് ഉറങ്ങാനൊക്കെ ഒരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു. പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് വെറുപ്പിക്കലാണേ. പലർക്കും പല കാഴ്ചപ്പാടാണല്ലോ മഴയോട്. ചിലർക്ക് പ്രണയവും പ്രതീക്ഷയൊക്കെ ആകുമ്പം ചിലർ മഴ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. മഴ അത്യാവശ്യമാണെങ്കിൽ ഇതിപ്പോൾ ഒരുമാതിരി ബോറടിപ്പിക്കലായി മാറിയല്ലേ. ഏതായാലും രാവിലത്തെ ചായയിടലാണ് ആദ്യം കഴിഞ്ഞത്. പിന്നെ ഇന്നൊരു വിശേഷ ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞുവാവയ്ക്ക് നൂലുകെട്ടാണ്. അപ്പോൾ അവിടെ പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പം രാവിലെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രിയ ചേച്ചിയും സതീഷ് ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചിക്ക് ഞാൻ നല്ലൊരു ഗ്ലൂട്ടാത്തയോൺ എടുത്തു കൊടുത്തേ. അപ്പോൾ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ട് കുടിക്കുകയാണ്. തലേന്ന് വെട്ടിക്കഴുകിയ മീനുണ്ടെങ്കിൽ രാവിലെ ജോലി ഒരുമാതിരി എളുപ്പമാകും. ഏതായാലും മീൻ രാവിലെ അങ്ങ് കൂട്ടാൻ വെച്ചു. പിന്നെ ഇവിടെ പുട്ടും കടല എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കടല വെള്ളത്തിലിടാൻ എടുക്കാനായിട്ട് ഇന്നലെ നോക്കിയപ്പോഴാണ് ഈ കടല ഇരിപ്പില്ല, തീർന്നു പോയി എന്ന് മനസ്സിലായത്. അപ്പോഴേക്കും ചേട്ടൻ കടയടച്ച് വന്നതുകൊണ്ട് പിന്നെ കടല മേടിക്കാൻ പറ്റിയില്ല. പഴവും ഒന്നും കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് മുട്ട ഇരിപ്പുള്ളത് കൊണ്ട് മുട്ടക്കറി വെക്കുവാണ് ഞാൻ. അപ്പം ഇവിടെ അങ്ങനെ പുട്ടിന് മുട്ടക്കറി ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ അച്ഛനൊക്കെ കഴിക്കുമോ എന്നൊരു ഡൗട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും എൻ്റെ സൂപ്പർ മുട്ടക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണേ. പുട്ടിന് മുട്ടക്കറി സൂപ്പറായിരുന്നേ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.